സ്വർണ്ണപ്പാളി വിവാദത്തിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ വലിയ തോതിൽ നഷ്ടപ്പെട്ടു. അതിനെ പക്ഷേ സർക്കാർ തന്ത്രപരമായി പരിഹരിച്ചെടുക്കാനുള്ള ശ്രമം നടത്തി. അത് വിജയിച്ചു എന്ന് തന്നെ പറയണം. രാഷ്ട്രീയക്കാരെ ഒഴിവാക്കി പൊതുവെ സ്വീകാര്യനായ കെ ജയകുമാർ IAS-നെ പ്രസിഡന്റാക്കി സർക്കാർ പ്രഖ്യാപിച്ചു. മികച്ച ബ്യൂറോക്രാറ്റായ ജയകുമാറിന് പ്രശ്നങ്ങൾ സൗമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്നാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ. ഏതായാലും ഭക്തജനങ്ങൾക്ക് തൃപ്തിയുണ്ടാകും. കാരണം പുതിയ പ്രസിഡന്റ് വിശ്വാസിയാണ്. അദ്ദേഹം വിദ്യാസമ്പന്നനാണ്. IAS-കാരനായി ആരംഭിച്ച് ചീഫ് സെക്രട്ടറിയായി പിരിയുന്ന സമയം കൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ വ്യക്തിയാണ്. അദ്ദേഹം വെറുമൊരു ഉദ്യോഗസ്ഥൻ മാത്രമല്ല, കവിയാണ്, പ്രഭാഷകനാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്. എല്ലാ സംഭവ വികാസങ്ങളെയും അറിവിൻ്റെയും അനുഭവ സമ്പത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പക്വതയോടെ കാണുകയും പരിഹരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് പ്രത്യേക രാഷ്ട്രീയമില്ല. അതേസമയം എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും കൂടെ പ്രവർത്തിച്ച് അവരുമായി നല്ല ബന്ധമുള്ളയാളാണ്. അവിശ്വാസികളും രാഷ്ട്രീയക്കാരും ഈ സ്ഥാനത്തെത്തുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ആദരണീയരായ വ്യക്തികൾ ആ സ്ഥാനം വഹിക്കുന്നത്.